കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കും കടൽ ഖനനത്തിനും എതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ BSNL ഓഫീസ് മാർച്ച് നടത്തുന്നതിന് മുന്നോടിയായി CPIM വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ജാഥയ്ക്ക് ഗൗരീശ്വരത്ത് നൽകിയ സ്വീകരണ യോഗത്തിന്റെ ദൃശ്യങ്ങൾ ഗോശ്രീ വിഷനിലൂടെ. കേന്ദ്രം ഭരിക്കുന്ന RSS ഭരിക്കുന്ന BJPയുടെ തലതൊട്ട നേതാക്കന്മാർ വന്ന് കേരളത്തിൽ വന്ന് പറയുകയാണ്, ഈ കേരളം മാറുകയാണ്, ആ മാറ്റത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് പ്രതിബദ്ധതയുള്ള ഏതൊരു മലയാളിയുടെയും കടമയാണെന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴാണ് തൊട്ടപ്പുറത്തിന്റെ സതീശൻ പറയുന്നത് ഇവിടെ ഒന്നും നടക്കുന്നില്ല, പെട്ടിക്കട തുടങ്ങിയാണ്, ചായക്കട തുടങ്ങിയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണെന്ന് T. രാജീവ് വന്ന് ജനങ്ങളോട് പറഞ്ഞപ്പോൾ നമ്മളടക്കമെന്ന് മുഖത്ത് വരവെച്ചു പോയി. അത്തരത്തിലുള്ള 5 സ്റ്റാർ ഹോട്ടലുകളുണ്ടോ? ഗോവയേക്കാൾ കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളമാണോ എന്ന് നമ്മൾ തന്നെ സംശയിച്ചു. നമ്മൾ മൊബൈലിൽ നോക്കി, ഫേസ്ബുക്കിൽ നോക്കി, ശരിയാണല്ലോ, ഇത്തരത്തിലുള്ള ഒരുപാട് സംരംഭങ്ങൾ കേരളത്തിലുണ്ടല്ലോ എന്ന് നമ്മൾ പോലും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് ഒരുപാട് വിദേശ കമ്പനികളടക്കം കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താ വിവാദങ്ങൾ ഉണ്ടാക്കണം? ബ്രൂവറിയുടെ പേര് പറഞ്ഞ് ബ്രൂവറിക്ക് അനുമതി കൊടുത്തു, ശരിയാണ്. ഒരു പ്രകൃതിയെയും നശിപ്പിക്കാത്ത തരത്തിൽ, ഒരു കുടിവെള്ള സ്രോതസ്സിനെയും നശിപ്പിക്കാത്ത തരത്തിൽ ഇവിടെ വ്യവസായം വരണമെന്ന് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആഗ്രഹിച്ചു. നമ്മൾ എല്ലാ കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പൊ അത്തരത്തിലുള്ള ആശ്രയം കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഓരോ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ ബ്രൂവറി എന്താ? അപ്പൊ കോൺഗ്രസ്സുകാർ സമരം ചെയ്യുകയാണ്. അപ്പൊ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട കാര്യം, കർണാടകയിൽ കാസ്ബർഗ് എന്ന് പറയുന്ന ഒരു ബിയർ കമ്പനിയുണ്ട്. ആ ബിയർ കമ്പനി കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 350 കോടി രൂപയാണ്. 350 കോടി രൂപ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കോൺഗ്രസിന് പ്രശ്നമില്ല. അതും ബ്രൂവറിയാണ്. ഏത് കർണാടക? കർണാടകയിൽ ഒരു നിയമമുണ്ട്. എന്താണ്? കുടിവെള്ളം ഉപയോഗിച്ച് കാല് കഴുകിയാൽ 5000 രൂപയാണ് പിഴ. കുടിവെള്ളം ഉപയോഗിച്ച് കാല് കഴുകിപ്പോയാൽ 5000 രൂപ. അവിടെ കുടിവെള്ളം കിട്ടാനില്ല, കടുത്ത വരൾച്ച പറയുന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പൊ റിപ്പോർട്ടർ ചാനലിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ പുകഴ്ത്തി അവർക്ക് മനസ്സിലായി, നിരന്തരമായിട്ട് ഒരു സംസ്ഥാനത്തെ ചീത്ത പറയുമ്പോൾ, നിരന്തരമായിട്ടൊരു സർക്കാരിന് ചീത്ത പറയുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് ജനം ചിന്തിച്ചു തുടങ്ങി. എന്തുകൊണ്ട് നിരന്തരമായി LDF-നെ ഇല്ലാക്കഥകൾ വെച്ച് ഇങ്ങനെ പരിഹസിക്കുന്നു എന്ന് പൊതുജനം, ഇതുപോലെ ജംഗ്ഷനുകളിൽ ചായക്കടലിൽ ഇരിക്കുന്നവരെല്ലാം ചിന്തിച്ചു നോക്കി. എന്തുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് പിണറായി വിജയനെ കുറ്റം പറയുന്നു? എന്തുകൊണ്ട് നിരന്തരമായിട്ട് സർക്കാരിനെ കുറ്റം പറയുന്നു? അപ്പോൾ അവരെടുത്ത് നോക്കി, അവർ ഫാക്ട് ചെക്ക് നടത്തി. യാഥാർത്ഥ്യം നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ സതീശൻ പറയുന്നതല്ല യാഥാർത്ഥ്യം, ഇവിടുത്തെ KPCC പ്രസിഡന്റ് പറയുന്നതല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പുറത്താണെന്ന് ജനം മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ സാഹചര്യം മാറാൻ വേണ്ടി തുടങ്ങുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലുള്ള വലിയ കാര്യം, മാധ്യമങ്ങളുടെ മുന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മളുടെ ഒരു കളക്ടറെ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ വലിയ കോലാഹലം ഉണ്ടായി. അപ്പൊ അതിനെ വലിയൊരു തെറ്റായിട്ട് ചിത്രീകരിക്കുമ്പോഴും അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു അച്ഛനും മകനും ആത്മഹത്യ ചെയ്യുകയാണ്. എന്ത്? ഒരു തുറന്ന കത്തെഴുതി വെച്ചുകൊണ്ട്, കോൺഗ്രസിനെതിരെ ഒരു കത്തെഴുതി വെച്ചുകൊണ്ട് അച്ഛനും മകനും ആത്മഹത്യ ചെയ്യുന്ന വിഷയം ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. 1-2 ദിവസം ഏതെങ്കിലും ഒരു പത്രത്തിന്റെ മൂലയിൽ അവസാനിക്കേണ്ട വാർത്തകളായിട്ട് അത് മാറുകയാണ്. അവിടെയാണ് തത്വം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനം ചിന്തിച്ചു തുടങ്ങി, ഇത് ശരിയല്ലല്ലോ. നമ്മളുടെ ഓമനപ്പെട്ട സഖാവ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ 70 രൂപ കടം മേടിച്ചത് വാർത്തയാക്കിയ മാധ്യമങ്ങൾ കോൺഗ്രസുകാരന്റെ മണ്ഡല പ്രസിഡന്റ് വീട്ടിലേക്ക് വന്ന ഒരു പെണ്ണിനെ ആഭരണങ്ങൾ കവർന്നെടുത്ത് കുഴിച്ചുകൂടിയ വാർത്തയാകുന്നില്ല. അപ്പോ കമ്മിറ്റിക്ക് വേണ്ടി ഗവീശ്വരൻ ബ്രാഞ്ചിന് വേണ്ടി ഹേമാഗോപി, FKC ബ്രാഞ്ചിന് വേണ്ടി VK ശശി, മലപ്പുറ ബ്രാഞ്ചിന് വേണ്ടി PC സുരേഷ്, ചന്ദ്രബാബു ബ്രാഞ്ചിന് വേണ്ടി KP അനീഷ്, FKC വെസ്റ്റ് ബ്രാഞ്ചിന് വേണ്ടി ശശി CA, മൈതാനം ബ്രാഞ്ചിന് വേണ്ടി സജിത, റിനു, സജിത, റിനു,
രേഷ്മ. അഴീക്കുളം ബ്രാഞ്ചിന് വേണ്ടി സ്റ്റുഡന്റ് സിറ്റി. ഡിവൈഎഫ്ഐ ചെറായി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി കെ സജീവ്. KSEB വർഗീസ് അസോസിയേഷന് വേണ്ടി CHU ബാബു TK. 12ാം വാർഡ് മെമ്പർ പ്രസീല ബാബു. കേരള സ്റ്റേറ്റ് ടൂറിസ്റ്റ് പാക്കേജ് ഡ്രൈവേഴ്സിന് വേണ്ടി യുവരാജ്. ചെറായി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ബിജു. ചെറായി കർഷക സംഘത്തിന് വേണ്ടി വിശു സുരേഷ്. KSKTV ചെറായി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി TV ബാബു. ആശാ വർക്കേഴ്സിന് വേണ്ടി സുമ ബാബു. മഹിളാ അസോസിയേഷന് വേണ്ടി ഉഷ സോമൻ. മനേജുമാർ ബ്രാഞ്ചിന് വേണ്ടി ഷാഫ് സിദ്ധാർത്ഥൻ. ഓട്ടോ ഡ്രൈവേഴ്സിന് വേണ്ടി സ്വീകരണം നൽകാവുന്ന PKS ചെറായിക്ക് വേണ്ടി TV ഗോപി. DYFI 11ാം വാർഡ് യൂണിറ്റിന് വേണ്ടി സെക്രട്ടറി സുജീത് കേസ്. കർഷക സംഘം ആലപ്പുഴ യൂണിറ്റിന് വേണ്ടി സന്തോഷ്. DYFI മനയത്തുകാടിന് വേണ്ടി അരുൺ. കർഷക സംഘം മനയത്തുകാടിന് വേണ്ടി സഖാ മധു. DYFI ചന്ദ്രബാബു ബ്രാഞ്ചിന് വേണ്ടി ബ്രിജിൽ. ഇവിടെ ആർക്കെങ്കിലും സ്വീകരണം കൊടുക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജാഥയുടെ ക്യാപ്റ്റൻ സഖാവ് സംസാരിക്കും. ഇത്തരം അനീതികളോട് പ്രതികരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ്. ഇതിനുള്ളിൽ വേറെ ചില ഗൂഢാലോചനകളുണ്ട്. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് അവരുടെ പൊതുവായ ശത്രു LDF ആണ്. അവരുടെ പൊതുവായ ശത്രു ഇടതുപക്ഷമാണ്, വിശിഷ്യ CPIM ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് പാക്കേജ് കിട്ടിയില്ലെങ്കിലും വേണ്ട, നമ്മൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ഫണ്ട് കിട്ടിയില്ലെങ്കിലും വേണ്ട, കേരളത്തിലെ ഇടതുപക്ഷം അസ്ഥിരപ്പെടണം. ഇതാണ് ഇവിടുത്തെ സതീശന്റെ മനോഭാവം. അപ്പോ ഇവര് തുടർച്ചയായിട്ട് പറയുന്ന കാര്യമുണ്ട്. എന്താ, നിങ്ങൾ ബംഗാളിലില്ലല്ലോ, നിങ്ങൾ ത്രിപുരയിലില്ലല്ലോ. ഇപ്പൊ ബംഗാളിൽ ത്രിപുരയിലെല്ലാം നമ്മൾ ഭരണം നഷ്ടപ്പെട്ടു, പക്ഷേ നമ്മളില്ലല്ലോ എന്ന് പറയാനുള്ള ആ ഒരു ആർജം നിങ്ങൾക്കായിട്ടില്ല. കാരണം എന്താ, വോട്ട് ചെയ്ത് പറഞ്ഞത് ഞങ്ങളുടെ അല്ല. വോട്ട് ചെയ്ത് പറഞ്ഞത് അവിടെയെല്ലാം UDF ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസ് UDF എല്ലാം ഇന്ന് ബംഗാളിൽ ത്രിപുരയിലും ഇല്ല. അവർ പൂർണ്ണമായും അവിടെ നിന്ന് നാമാവശേഷമായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും ഞങ്ങളുണ്ട്. പക്ഷേ അവിടെ അസ്ഥിരപ്പെട്ടത് UDF ആണ്. അവിടെയാണ് BJPയുടെ കണ്ണ്. അപ്പോ UDFന് സംവിധാനം, ഇപ്പോ ഡൽഹിയിലെന്ന് സംഭവിച്ചത്, ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നത് UDF. ആ UDF ഇപ്പൊ BJPയുടെ കയ്യിലേക്ക് ആ ഭരണം കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യക്തമായ ഡീല്. അങ്ങനെ ധനകാര്യമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പോലും ഇവരുമായിട്ട് ആലോചിച്ച് വേണം ഇത്തരത്തിലുള്ള ഒരു കടുത്ത അവഗണന കേരളത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇപ്പോ സതീശൻ പറയുകയാണ്, സമസ്ത മേഖലകളിലും പ്രശ്നമാണ്. ഇവർ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ ഒരാൾക്ക് പോലും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. ഇവിടെ തുടങ്ങുമെന്ന് പറയുന്ന ബിസിനസ് എല്ലാം പെട്ടിക്കടയാണ്, ചായക്കടയാണെന്ന് പറയുകയാണ്. പെട്ടിക്കടയും ചായക്കടയും ബിസിനസ് തന്നെയാണ്, ആ സംരംഭം തന്നെയാണ്. പക്ഷേ അങ്ങനെ പെട്ടിക്കടയും ചായക്കടയുമാണോ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊന്നും വിചാരിക്കാത്ത തരത്തിലുള്ള ആളുകൾ എന്ന് പറയുകയാണ്, ഈ കേരളം മുന്നേറുകയാണ്, ഈ കേരളം ഏറ്റവും വികസനത്തിന് അനുകൂലമായ ഒരു സാഹചര്യമുള്ള സംസ്ഥാനമാണ് എന്ന് വന്നു പറയുന്നത് നമ്മളുടെ ഇടതുപക്ഷ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നവരല്ല. മറിച്ച് നമ്മളെ ശത്രുവായി കണ്ടിരുന്ന, ഒരു കാലത്ത് നമ്മളെ ശത്രുവായി കണ്ടിരുന്ന ഒരു വിഭാഗം എന്ന് പറയുകയാണ് കേരളം ഏറ്റവും അനുകൂലമായ സാഹചര്യമുള്ളവരാണ്. എല്ലാവരും നമ്മളോടൊപ്പം അണിനിരക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ 21-ാം തീയതി പ്രയാണം ആരംഭിച്ച ഈ ജാഥ പിന്നിട്ട വഴികളിലെല്ലാം തന്നെ ആവേശപൂർവമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് ചെറായിയുടെ മണ്ണിലെത്തി നിൽക്കുന്നത്. ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി ഇവിടെ ജാഥാക്കകത്ത് മറ്റും സംസാരിക്കും. ഈ ജാഥ ഒരു തുടക്കം മാത്രമാണ്. 25-ാം തീയതി നടക്കുന്ന കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലുള്ള വലിയ ചരിത്രമാകാൻ വേണ്ടി പോകുന്ന സമരത്തിൽ നിങ്ങളെല്ലാവരും, എല്ലാ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സംസ്ഥാനത്തിനകത്ത് 210 കേന്ദ്രങ്ങളിൽ CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ജാഥ 19-ാം തീയതി ആരംഭിച്ച് 23-ാം തീയതി
ഇന്ന് അവസാനിക്കുകയാണ്. നമ്മുടെ ഏരിയ കമ്മിറ്റിയുടെ പാത 21 ഗോസി ജംഗ്ഷനിൽ ആരംഭിച്ച് വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ പ്രയാണം ആരംഭിച്ച് ഊഷ്മളമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് പള്ളിപ്പുറം നാണു പ്രസാരം അവസാനിക്കുകയാണ്. ഈ പാത 21 ഗോസി ജംഗ്ഷനിൽ ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങൾ പിന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഈ ജാഥയ്ക്ക് കിട്ടിയ സ്നേഹോഷ്മളമായിട്ടുള്ള സ്വീകരണം, ആ സ്വീകരണം അടയാളപ്പെടുത്തുന്നത് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം എത്രത്തോളം പൊതുസമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ മുദ്രാവാക്യം ഈ നാടിനു വേണ്ടി നാം നേടിയെടുത്ത, കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിർത്തുവാനും രണ്ടാം തലമുറ വികസനം ഈ കേരളത്തിനകത്ത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമാണ്. രാഷ്ട്രീയപരമായിട്ട് കേരളത്തെ സാമ്പത്തികപരമായി ഉപയോഗിച്ച് അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ RSSും BJPയും അവർ നയിക്കുന്ന യൂണിയൻ ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം കേരളം ഭരിക്കുന്നത് CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം BJPക്ക് നിയമസഭക്കകത്ത് ഒരു അംഗമില്ല, ജനങ്ങൾ അതിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാണ് കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് നാം നേടിയ നേട്ടങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള RSSന്റെ അജണ്ട യൂണിയൻ ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. അതിനെതിരായിട്ട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ കേരളത്തിനകത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. ആ ജനകീയ പ്രക്ഷോഭങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് ഈ മുദ്രാവാക്യത്തെ പൊതുസമൂഹത്തിനകത്ത് ഉയർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ പാർട്ടി RSSും BJPയും ഉയർത്തുന്ന നയത്തോടൊപ്പം സഞ്ചരിക്കുന്ന ദയനീയപരമായിട്ടുള്ള കാഴ്ച ഇപ്പോൾ കേരളത്തിനകത്ത് കാണുവാൻ സാധിക്കും. സ്വാഭാവികമായും കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ട ജനാധിപത്യവും മതേതരത്വവും ഒക്കെ തന്നെ അടിയറ വെച്ചുകൊണ്ട് ഒരു മൃദുസമ്മത സമീപനം സ്വീകരിച്ച് RSSന്റെയും BJPയുടെയും കൂടാരത്തിലേക്ക് അവർ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയും ഈ കേരളത്തിനകത്തും ഈ രാജ്യത്തിനകത്തും ഈ ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി ജനങ്ങൾ തിരിച്ചറിയണം. ഈ നാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ നാടിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി വരുന്ന തലമുറക്കുൾപ്പെടെ വികസനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെ കെട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഈ കേരള സമൂഹത്തിനകത്ത് കേരള ഗവൺമെന്റ് നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ടയുമായി RSSും BJPയും അവർ നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഗവൺമെന്റും മുന്നോട്ട് വരുമ്പോൾ അതിനെതിരായിട്ടുള്ള സമരത്തിന്റെ അഗ്നി ഈ കേരളത്തിനകത്ത് ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. കമ്മിറ്റിക്ക് വേണ്ടി ഗവീസൺ ബ്രാഞ്ചിന് വേണ്ടി ഹേമാഗോപി, FKC ബ്രാഞ്ചിന് വേണ്ടി VK ശശി, മലപ്പുറ ബ്രാഞ്ചിന് വേണ്ടി PC സുരേഷ്, ചന്ദ്രബാബു ബ്രാഞ്ചിന് വേണ്ടി KP അനീഷ്, FKC വെസ്റ്റ് ബ്രാഞ്ചിന് വേണ്ടി ശശി CA, മൈതാനം ബ്രാഞ്ചിന് വേണ്ടി സജിത റിനു,
രേഷ്മ. അഴീക്കുളം ബ്രാഞ്ചിന് വേണ്ടി സ്റ്റുഡന്റ് സിറ്റി. ഡിവൈഎഫ്ഐ ചെറായി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി കെ സബീർ. KSEB വർക്കേഴ്സ് അസോസിയേഷന് വേണ്ടി CITU ബാബു TK. 12ാം വാർഡ് മെമ്പർ പ്രസീല ബാബു. കേരള സ്റ്റേറ്റ് ടൂറിസ്റ്റ് പാക്കേജ് ഡ്രൈവേഴ്സിന് വേണ്ടി ഗുജറാത്ത്. ചെറായി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ബിജു. ചെറായി കർഷക സംഘത്തിന് വേണ്ടി KSKT ചെറായി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി TV ബാബു. ആശാ വർക്കേഴ്സിന് വേണ്ടി സുമ ബാബു. മഹിളാ അസോസിയേഷന് വേണ്ടി ഉഷ സോമൻ. മനേജുമാർ ബ്രാഞ്ചിന് വേണ്ടി സിദ്ധാർത്ഥൻ. ഓട്ടോ ഡ്രൈവേഴ്സിന് വേണ്ടി സ്വീകരണങ്ങൾ കാണുന്ന PKS ചെറായിക്ക് വേണ്ടി TV ഗോപി. DYFI 11ാം വാർഡ് കുറിച്ചു വേണ്ടി സെക്രട്ടറി സുജീത് കേസ്. കർഷക സംഘം ആലപ്പുഴ യൂണിറ്റിന് വേണ്ടി സന്തോഷ്. DYFI മനയത്തുകാടിന് വേണ്ടി അരുൺ. കർഷകസംഘം മനയത്തുകാടിന് വേണ്ടി സഖാവ് മധു. DYFI ചന്ദ്രബാബു ബ്രാഞ്ചിന് വേണ്ടി ബ്രിജിൽ. ഇവിടെ ആർക്കെങ്കിലും സ്വീകരണം കൊടുക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജാഥയുടെ ക്യാപ്റ്റൻ സഭാപതി എഴുതിയിട്ടുണ്ട് സംസാരിക്കും. കേരളത്തോടുള്ള അപകടങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിനകത്ത് 210 കേന്ദ്രങ്ങളിൽ CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ജാഥ 19-ാം തീയതി ആരംഭിച്ച് 23-ാം തീയതി ഇന്ന് അവസാനിക്കുകയാണ്. നമ്മുടെ ഏരിയ കമ്മിറ്റിയുടെ ജാഥ 21-ന് ഗോസി ജംഗ്ഷനിൽ ആരംഭിച്ച് വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ പ്രയാണം ആരംഭിച്ച് ഊഷ്മളമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് പള്ളിപ്പുറം പ്രസാരം അവസാനിക്കുകയാണ്. ഈ പാത 21-ന് ഗോസി ജംഗ്ഷനിൽ ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങൾ പിന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഈ ജാഥയ്ക്ക് കിട്ടിയ സ്നേഹോഷ്മളമായിട്ടുള്ള സ്വീകരണം, ആ സ്വീകരണം അടയാളപ്പെടുത്തുന്നത് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം എത്രത്തോളം പൊതുസമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ മുദ്രാവാക്യം ഈ നാടിനു വേണ്ടി നാം നേടിയെടുത്ത കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിർത്തുവാനും രണ്ടാം തലമുറ വികസനം ഈ കേരളത്തിനകത്ത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമാണ്. രാഷ്ട്രീയപരമായിട്ട് കേരളത്തെ സാമ്പത്തികപരമായി ഉപയോഗിച്ച് അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ RSSും BJPയും അവർ നയിക്കുന്ന യൂണിയൻ ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം കേരളം ഭരിക്കുന്നത് CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം BJPക്ക് നിയമസഭക്കകത്ത് ഒരു അംഗമില്ല, ജനങ്ങൾ അതിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാണ് കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് നാം നേടിയ നേട്ടങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള RSSന്റെ അജണ്ട യൂണിയൻ ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. അതിനെതിരായിട്ട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ കേരളത്തിനകത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. ആ ജനകീയ പ്രക്ഷോഭങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് ഈ മുദ്രാവാക്യത്തെ പൊതുസമൂഹത്തിനകത്ത് ഉയർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ പാർട്ടി
RSSനും BJPയും ഉയർത്തുന്ന നയത്തോടൊപ്പം സഞ്ചരിക്കുന്ന ദയനീയപരമായിട്ടുള്ള കാഴ്ച ഇപ്പോൾ കേരളത്തിനകത്ത് കാണുവാൻ സാധിക്കും. സ്വാഭാവികമായും കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ട ജനാധിപത്യവും മതേതരത്വവും ഒക്കെ തന്നെ അടിയറ വെച്ചുകൊണ്ട് ഒരു മൃദുസമ്മത സമീപനം സ്വീകരിച്ച് RSSന്റെയും BJPയുടെയും കൂടാരത്തിലേക്ക് അവർ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയും ഈ കേരളത്തിനകത്തും ഈ രാജ്യത്തിനകത്തും ഈ ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി ജനങ്ങൾ തിരിച്ചറിയണം. ഈ നാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ നാടിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി വരുന്ന തലമുറക്കുൾപ്പെടെ വികസനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെ കെട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഈ കേരള സമൂഹത്തിനകത്ത് കേരള ഗവൺമെന്റ് നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ടയുമായി RSSും BJPയും അവർ നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഗവൺമെന്റും മുന്നോട്ട് വരുമ്പോൾ അതിനെതിരായിട്ടുള്ള സമരത്തിന്റെ അഗ്നി ഈ കേരളത്തിനകത്ത് ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. ഇത്തരം അനീതികളോട് പ്രതികരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ്. ഇതിനുള്ളിൽ വേറെ ചില ഗൂഢാലോചനകളുണ്ട്. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് അവരുടെ പൊതുവായ ശത്രു LDF ആണ്. അവരുടെ പൊതുവായ ശത്രു ഇടതുപക്ഷമാണ്, വിശിഷ്യ CPIM ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് പാക്കേജ് കിട്ടിയില്ലെങ്കിലും വേണ്ട, നമ്മൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ഫണ്ട് കിട്ടിയില്ലെങ്കിലും വേണ്ട, കേരളത്തിലെ ഇടതുപക്ഷം അസ്ഥിരപ്പെടണം. ഇതാണ് ഇവിടുത്തെ സതീശന്റെ മനോഭാവം. അപ്പോ ഇവരെ തുടർച്ചയായിട്ട് പറയുന്ന കാര്യമുണ്ട്. എന്താ, നിങ്ങൾ ബംഗാളിലില്ലല്ലോ, നിങ്ങൾ ത്രിപുരയിലില്ലല്ലോ. ഇപ്പൊ ബംഗാളിൽ ത്രിപുരയിലെല്ലാം നമ്മൾ ഭരണം നഷ്ടപ്പെട്ടു, പക്ഷേ നമ്മളില്ലല്ലോ എന്ന് പറയാനുള്ള ആ ഒരു ആർജം നിങ്ങൾക്കായിട്ടില്ല. കാരണം എന്താ, വോട്ട് ചെയ്ത് പറഞ്ഞത് ഞങ്ങളുടെ അല്ല. വോട്ട് ചെയ്ത് പറഞ്ഞത് അവിടെയെല്ലാം UDF ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസ് UDFും എല്ലാം ഇന്ന് ബംഗാളിൽ ത്രിപുരയിലും ഇല്ല. അവർ പൂർണ്ണമായും അവിടെ നിന്ന് നാമാവശേഷമായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും ഞങ്ങളുണ്ട്. പക്ഷേ അവിടെ അസ്ഥിരപ്പെട്ടത് UDF ആണ്. അവിടെയാണ് BJPയുടെ കണ്ണ്. അപ്പോ UDFന് സംവിധാനം, ഇപ്പോ ഡൽഹിയിലെന്ന് സംഭവിച്ചത്, ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നത് UDF. ആ UDF ഇപ്പൊ BJPയുടെ കയ്യിലേക്ക് ആ ഭരണം കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യക്തമായ ഡീല്. അങ്ങനെ ധനകാര്യമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പോലും ഇവരുമായിട്ട് ആലോചിച്ച് വേണം ഇത്തരത്തിലുള്ള ഒരു കടുത്ത അവഗണന കേരളത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇപ്പോ സതീശൻ പറയുകയാണ്, സമസ്ത മേഖലകളിലും പ്രശ്നമാണ്. ഇവർ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ ഒരാൾക്ക് പോലും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. ഇവിടെ തുടങ്ങുമെന്ന് പറയുന്ന ബിസിനസ് എല്ലാം പെട്ടിക്കടയാണ്, ചായക്കടയാണെന്ന് പറയുകയാണ്. പെട്ടിക്കടയും ചായക്കടയും ബിസിനസ് തന്നെയാണ്, ആ സംരംഭം തന്നെയാണ്. പക്ഷേ അങ്ങനെ പെട്ടിക്കടയും ചായക്കടയുമാണോ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊന്നും വിചാരിക്കാത്ത തരത്തിലുള്ള ആളുകൾ എന്ന് പറയുകയാണ്, ഈ കേരളം മുന്നേറുകയാണ്, ഈ കേരളം ഏറ്റവും വികസനത്തിന് അനുകൂലമായ ഒരു സാഹചര്യമുള്ള സംസ്ഥാനമാണ് എന്ന് വന്നു പറയുന്നത് നമ്മളുടെ ഇടതുപക്ഷ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നവരല്ല. മറിച്ച് നമ്മളെ ശത്രുവായി കണ്ടിരുന്ന, ഒരു കാലത്ത് നമ്മളെ ശത്രുവായി കണ്ടിരുന്ന ഒരു വിഭാഗം എന്ന് പറയുകയാണ് കേരളം ഏറ്റവും അനുകൂലമായ സാഹചര്യമുള്ളവരാണ്.